ബംഗ്ലാദേശും ഇന്ത്യയുമായിട്ട് യുദ്ധം ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും തികഞ്ഞു നിൽക്കുകയാണ്. ഒരുപാട് പ്രകോപനം അവരുണ്ടാക്കുന്നുണ്ട്. കുറേ നാളായിട്ട് തുടങ്ങി. ഇപ്പോൾ വീണ്ടും ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ട് അതിൽ അവർക്ക് ദേഷ്യം തോന്നുമ്പോൾ ഉടനെ കൊല്ലാനുള്ള ഒരു വിഭാഗം ആൾക്കാരായിട്ട് ഹിന്ദുക്കൾ മാറിയിരിക്കുകയാണ്. ഫാക്ടറി പോയിട്ട് തിരിച്ചു വന്ന ഒരു കുറ്റം മാത്രം അയാൾ ചെയ്തത്. ഉടനെ മതനിന്ദ എന്ന് പറഞ്ഞാൽ ആരോപിക്കാൻ എളുപ്പമാണ്. ആൾക്കൂട്ടം എല്ലാം കൂടെ കൂടും. മതനിന്ദ എന്ന് പറഞ്ഞാൽ ഇത് എന്താ സത്യം ഒന്നും അറിയണ്ട, മതനിന്ദ ഇവൻ മതനിന്ദ ചെയ്തു എന്ന് പറഞ്ഞാൽ അപ്പോൾ തല്ലിക്കൊല്ലും. ഇത് തല്ലിക്കൊല്ലുകയല്ല ചെയ്ത്. അങ്ങനെ ക്രിസ്ത്യൻ സ്ത്രീകളൊക്കെ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നടന്നത് ആൾക്കൂട്ട ലിഞ്ചിങ് ആണ്, ആൾക്കൂട്ട കൊലപാതകമാണ്. അത് നടന്നിരിക്കുന്നത് എങ്ങനെയാ? മരത്തിൽ ആളിനെ കെട്ടിയിട്ട ശേഷം ഓടിപ്പോകാതിരിക്കാൻ കൈയും കാലും കെട്ടിയിട്ടിട്ട് ആ മരത്തിന് തീ കൊളുത്തി പച്ചയ്ക്ക് കത്തിക്കുകയാണ് ചെയ്തത്. എന്താണിത്? അപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഇത്രയും കൊന്നു കഴിഞ്ഞിട്ട് എന്താണ് അവർ ചെയ്തതെന്നറിയാമോ? ബംഗ്ലാദേശിൻ്റെ ഭരണകൂടം ഇന്ത്യയിലുള്ള ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ അതിന് നേരെ ആളുകൾ പ്രകടനം നടത്തി. സാധാരണമാണത്, പ്രതിഷേധം ഉണ്ടാവില്ലേ, സ്വാഭാവികമല്ലേ. അവിടെ പോയി ഒരു അക്രമവും ഉണ്ടായിട്ടില്ല, അവരുടെ കെട്ടിടത്തിന് ഒരു പരിക്കും ഉണ്ടായിട്ടില്ല. പ്രതിഷേധം അറിയിച്ചു. എന്താ പ്രതിഷേധം അറിയിക്കാൻ പാടില്ല, നടക്കില്ല. നിങ്ങളുടെ ഡാക്കയിലേക്കല്ല ഞങ്ങൾ വന്നത്, ഇന്ത്യയിലാണ്. നിങ്ങളുടെ എംബസിക്കാരും നിങ്ങളുടെ രാജ്യമാണ്, ശരി, സമ്മതിച്ചു. ഞങ്ങൾ അങ്ങോട്ട് കയറിയിട്ടില്ല. ഞങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശം നിങ്ങൾ അവിടെ ഇരുന്ന് നിയന്ത്രിക്കാൻ മുഹമ്മദ് യൂനുസിൻ്റെ പ്രജകളല്ലല്ലോ ഞങ്ങൾ. എന്തായാലും മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു രാജ്യം, ഒരു ആത്മാഭിമാനമില്ലേ നമുക്ക്? അതിനെന്നും പറഞ്ഞിട്ട് ഇന്ത്യ മറുപടി കൊടുത്തിട്ട് തൃപ്തരാകാതെ സമ്മതിക്കുന്നില്ല അവർ. നിങ്ങൾ സമ്മതിക്കണ്ട. അപ്പോൾ ഇങ്ങനെ അങ്ങ് മരണങ്ങൾ തുടർന്നു പോകാനുള്ള സാഹചര്യം ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ BNPക്ക് നേരെ ആക്രമണം നടത്തി ഒരു വീട്ടിലിട്ട് 7 വയസ്സുള്ള ഒരു കൊച്ചിനെ ചുട്ടുകൊന്നു. ഇങ്ങനെയുള്ള കിരാതന്മാർ എന്തും ചെയ്യാൻ മടിക്കും. ഒരു നല്ല സമൂഹം ആൾക്കാർ ഇപ്പോഴും ബാക്കിയുണ്ട് അവിടെ ബംഗ്ലാദേശിൽ. ഏതാണ്ട് 30% ഹിന്ദുക്കളുണ്ടായിരുന്നവരെ കൊന്നു തള്ളിയും മതം മാറ്റി. ഏതാണ്ട് ഇപ്പോൾ ഏതാണ്ട് 4-5% മാത്രമേ ഉള്ളൂ. അതിന്യൂനപക്ഷങ്ങളിലൊന്നാണ്. അതുപോലെ സിഖുകാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് അയൽ രാജ്യത്തിന് അങ്ങനെ അങ്ങ് ഇരിക്കാൻ പറ്റുമോ? ഈ നിഷ്ഠുരമായ പ്രവർത്തികൾ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നറിയിപ്പ് പലതവണ നടന്നിട്ടുണ്ട്. ഇതൊന്നും കേൾക്കാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആക്രമിക്കണ്ടേ ശരിക്കും? ഇന്ത്യ ഇസ്രയേൽ മോഡൽ നടപടി ഈ പറയുന്ന രാജ്യവുമായിട്ട് ബംഗ്ലാദേശുമായിട്ട് ഒട്ടും വൈകാതെ സ്റ്റാർട്ട് ചെയ്യും. അത് ഇസ്രയേലിന് അത്ര ശക്തമായിട്ട് നടപടിയെടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ആക്രമണത്തിനപ്പുറം അവരുടെ പൗരന്മാരെ പീഡിപ്പിക്കുന്നതിൻ്റെ, ബ്രൂട്ടലായി മൃഗീയമായി പീഡിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അതൊരു ഭരണകൂടത്തിന്, പൗരന്മാരെ സ്നേഹിക്കുന്ന ഒരു ഭരണാധികാരികൾക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. അതേപോലെ തന്നെ ഈ യുവാവിനെ ബംഗ്ലാദേശില്, അയാള് ഹിന്ദു നാമധാരിയാണെന്ന് അറിയാമല്ലോ, അങ്ങേരെ ഒരു ദീപചന്ദ്രദാസ് അല്ലെ, അതെ, അദ്ദേഹത്തെ കൊന്നു. 31 വയസ്സ്. ഭീകരമായ ക്രൂരമായ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊന്നതിന് ശേഷം ഈ വലിച്ച് മരത്തിലേക്ക് കാലിൽ കെട്ടിയിട്ട് തലകുത്തനെ മരത്തിലേക്ക് കയറ്റുകയാണ്. മരത്തിലേക്ക് കയറ്റുന്ന സമയത്ത് ഈ സ്വാഭാവികമായിട്ടും തല താഴെയാണല്ലോ. അപ്പോൾ മുകളിലേക്ക് കയറ്റാൻ വേണ്ടി ഒരാൾ ഇയാളെ സപ്പോർട്ട് ചെയ്യുക. ഈ ഡെഡ് ബോഡിയിൽ പിടിച്ചപ്പോൾ പാൻറ്റിലാണ് പിടിച്ചത്. പാൻറ്റിലേക്ക് പിടിച്ചപ്പോൾ ഈ പാൻറ് മുകളിലേക്ക് ഊർന്നു പോയി. എന്ന് വെച്ചാൽ നമ്മളുടെ ആണെങ്കിൽ താഴേക്ക് ഊർന്നു പോകുന്നതിൽ ഊർന്നുപോയി. അപ്പോൾ ഊർന്നു പോയപ്പോൾ ഇയാളുടെ നഗ്നത കാണാൻ പറ്റി. അയാൾ അടിവസ്ത്രം ധരിച്ചിരുന്നു എന്നതിൽ വ്യക്തമല്ല. ഏതായാലും ഇയാളുടെ ലൈംഗിക അവയവങ്ങളിവിടെ കാണാം. അപ്പോൾ കാണുന്ന കാഴ്ച, ഈ അതിലടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നവർ ഈ ലൈംഗിക അവയവത്തിൽ പ്രത്യേകമായിട്ട് വളരെ ഹീനമായ രീതിയിൽ പെരുമാറുന്നതാണ് കണ്ടത്. നമ്മൾക്ക് കൊല്ലുന്നതിന് പോലും ഒരു മര്യാദയൊക്കെ ഉണ്ട്. കാരണം പട്ടാളക്കാർ ശവത്തിനെ നമ്മൾ ആദരിക്കുകയാണ് മയ്യത്ത്. അതെ, അതാണ് വേണ്ടത്. അത് പ്രവാചകൻ പോലും എഴുന്നേറ്റ് നിന്നൊക്കെ പൊതുവെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഒരു ശവശരീരം ജൂതന്റെ കൊണ്ടുപോയപ്പോൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ആഭാസകരമായും മനസ്സുള്ളവരാണ് അവിടെ. അതെ, അങ്ങനെ ചെയ്യുന്നത് ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് ഇതിൻ്റെ പിന്നിൽ കുറച്ച് കണക്കുകൂട്ടലുകളുണ്ട്. അതായത് നമ്മളിപ്പോൾ വളരെ വേഗത്തിൽ സാമ്പത്തിക ഭദ്രതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ വ്യാപാര മിച്ചം കൂടിക്കൊണ്ടിരിക്കുകയാണ്.
ഫോറിൻ എക്സ്ചേഞ്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഓയിൽ റിസർവ് നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഓയിലിൽ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയുള്ള നയങ്ങളെല്ലാം നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. എന്തായാലും റിസർവ് ഓയിൽ ഉണ്ട് എന്ന് മാത്രമല്ല, ലോകത്തെ ഏത് രാജ്യവുമായിട്ട് യുദ്ധമുണ്ടായാലും ഇതിനു മുമ്പുള്ള യുദ്ധത്തിൽ അമേരിക്ക ഇടപെട്ട് നമ്മൾക്ക് ഓയിൽ തരുന്നതിന് ഈ ഗൾഫ് രാജ്യങ്ങളെ ബ്രേക്ക് ചെയ്തിരുന്നു, അവരത് നിർത്തിയും വെച്ചിരുന്നു. എന്നാൽ നമ്മളൊരു ഉഗ്രൻ കരാറുണ്ടാക്കി റഷ്യയുമായിട്ട്. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും റഷ്യ ഇന്ത്യയിൽ ഓയിൽ എത്തിക്കും. റഷ്യയുടെ യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോടുകൂടി ഓയിൽ ടാങ്കറുകൾ ഇന്ത്യയിൽ എത്തിയിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം നമ്മൾ ഇപ്പോഴേ പരിഹരിച്ചു വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഇന്ത്യ തന്നെയല്ല, റഷ്യ ഇപ്പോൾ S-500 എന്ന് പറയുന്ന അവരുടെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള എയർ കമാൻഡ് സിസ്റ്റം, അത് സ്പേസിൽ നിന്നുള്ള പ്രൊട്ടക്ഷനും കൂടെ കിട്ടും. അത് അതായത് ഉപഗ്രഹങ്ങളിൽ നിന്ന് എന്തെങ്കിലും ആക്രമണം വന്നാൽ അത് വിന്യസിച്ചു കഴിഞ്ഞു. അതെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതുമായിട്ട് ചെയ്തു. ഇനി ഇത് കൂടാതെ ഓയിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് നമ്മളെ സംബന്ധിച്ചുള്ള നമ്മുടെ ആയുധങ്ങൾ തന്നെയാണ്. നമ്മുടെ ആയുധങ്ങൾ നമ്മളെ ആക്രമിക്കുന്ന ഇന്ത്യ ഈ ബംഗ്ലാദേശുമായിട്ടൊരു ആക്രമണത്തിലെത്തിയാൽ നമ്മളോട് ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലെന്ന് ഉറപ്പുള്ള ഒരേ ഒരു രാജ്യം ഇപ്പോൾ ശ്രീലങ്കയും അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനുമാണ്. ബാക്കി ഏത് രാജ്യത്തിൽ നിന്ന് വേണമെങ്കിലും നമ്മൾക്കെതിരെ നീക്കമുണ്ടാകാം. ഈ രാജ്യങ്ങളെല്ലാം പ്രതിരോധിക്കാനും അവരെ തിരിച്ചാക്രമിക്കാനുള്ള ആയുധ സജ്ജീകരണങ്ങളും അതിൻ്റെ അഗ്നിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ്റെ ഉൾപ്പെടെ പരീക്ഷണങ്ങൾ നമ്മൾ പൂർത്തിയാക്കി വരികയാണ്. ഇതെല്ലാം ഓക്കെ ആകാനായിട്ടുള്ള മിനിമം സമയം എടുക്കും. ഇത് കൂടാതെ അമേരിക്കയുമായിട്ട് ഇപ്പം നമ്മളൊരു ബാർഗൈനിങ്ങിലാണ്, കരാറിലെത്തുന്നതിന്. അമേരിക്കയുമായിട്ട് നമ്മൾ എത്തണം. അത് സാമ്പത്തിക കരാറാണെങ്കിൽ അതോടൊപ്പം തന്നെ മറ്റൊരു കരാർ കൂടെ വരുന്നുണ്ട്. അത് സൈനിക കരാറാണ്, ടാക്ടിക്കൽ ഡിഫൻസ്. ഈ ഒരു മേഖലയിൽ നമ്മളും അമേരിക്കയും തമ്മിലൊരു ധാരണയുണ്ടാകുന്നു. ചൈനയുടെ ഭീഷണികൾ ഉണ്ടായാൽ, തൈവാന്റെ പ്രശ്നത്തിൽ ചൈനയുടെ ഭീഷണി ഉണ്ടായാൽ അമേരിക്കയുടെ ആഗ്രഹം ഇന്ത്യക്ക് അതിലൊരു റോൾ ഉണ്ടാകണമെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം ഞാൻ പറയാം കൃത്യമായിട്ട് മാഷ് പറഞ്ഞതിൻ്റെ അർത്ഥം, ചൈനയുടെ ഭീഷണി നേരിടാൻ നമ്മൾ അമേരിക്കയുമായിട്ട് സൈനിക കരാർ വാക്ക് കൊടുത്തിട്ടില്ല ഇതുവരെ. അല്ലല്ല, അത് ഉണ്ടാക്കുന്നത് നല്ലൊരു സ്ട്രാറ്റജിയാണ്. അതേസമയം പാകിസ്ഥാന്റെ ഭീഷണി നേരിടാൻ ബംഗ്ലാദേശിന്റെയും തീർത്തു കൊടുക്കാൻ റഷ്യയുമായിട്ട് ആൾറെഡി നമ്മളൊരു കരാറിൽ ഏർപ്പെട്ടും കഴിഞ്ഞു. ഇത് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. ഇത്രയും കാര്യങ്ങളോടൊപ്പം തന്നെ ഈ ചൈനയുടെ ബന്ധം നമ്മൾ സാധാരണ ലെവലിലേക്ക് ആക്കി കൊണ്ടുവരികയാണ്, വളരെ വേഗത്തിൽ സാധാരണ ലെവലിലേക്ക് കൊണ്ടുവരികയാണ്. ആ ബന്ധം വെച്ചുകൊണ്ട് ചൈനക്ക് ഈ ബംഗ്ലാദേശിൽ അത്ര വലിയ താല്പര്യങ്ങളൊന്നുമില്ല. ചൈനയ്ക്ക് കുറെ വാഗ്ദാനങ്ങളൊക്കെ യുനെസ് കൊടുത്തു, നിങ്ങൾക്ക് ഒരു പോർട്ട് ഇവിടെ തരാം എന്നൊക്കെ പറഞ്ഞ്, എൻട്രൻസ് കൊടുക്കാം, നെക്ക് കണ്ടിച്ച് ഞങ്ങൾ തരാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും പ്രായോഗികമല്ലെന്ന് ചൈനക്കറിയാം. ഇന്ത്യ എന്നൊരു രാജ്യവുമായിട്ട് അത്തരത്തിലുള്ളൊരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് വരാൻ ചൈന ആഗ്രഹിക്കുന്നില്ല, പറ്റില്ലെന്ന് അവർക്കറിയാം. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ഇതുവരെ തീർന്നില്ല, അപ്പോഴാണ് ഇന്ത്യ പോലുള്ളൊരു വൻശക്തി. ഓക്കെ, അപ്പോൾ റഷ്യ എന്തായാലും ചൈനയേക്കാൾ വലിയ സൈനിക ശക്തിയായിട്ടാണ് ഇങ്ങനെയെന്ന് ഓർക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ചൈനയുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കിക്കൊണ്ട് അവിടെ നിന്ന് ഈ ഒരു യുദ്ധത്തിൽ ഇസ്രയേൽ ഇപ്പോൾ ഗാസയിൽ ചെയ്ത പോലെ ചെയ്താൽ പ്രശ്നമില്ലെന്ന് ഉറപ്പുവരുത്തണം. ഇതുകൂടാതെ അഫ്ഗാനുമായിട്ടുള്ള ബന്ധത്തിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യുവാനും പരിഹരിക്കാനുമുണ്ട്. അത് നമ്മൾ പൂർത്തിയാക്കും. ഇതുകൂടാതെ മ്യാൻമാറുമായിട്ട് ചില ചർച്ചകൾ നമ്മൾ നടത്തുന്നുണ്ട്. മ്യാൻമാറിൽ ഇതിൽ വളരെ വ്യക്തമായൊരു റോളുണ്ട്. കാരണം മ്യാൻമാർ ഈ പറയുന്ന ബംഗ്ലാദേശിന്റെ ഒരു അതിർത്തി പ്രദേശമാണ്. അപ്പോൾ ഇന്ത്യ ഈ രാജ്യത്തെ ചുറ്റിവരിഞ്ഞാണ് കിടക്കുന്നത് ബംഗ്ലാദേശിനെ. ബംഗ്ലാദേശ് പക്ഷെ ആ അപകടം മനസ്സിലാക്കുന്നില്ല. അവർക്കൊരു എൻട്രി ഉള്ളത് കടലിലേക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ മ്യാൻമാറിന്റെ കുറച്ച് പ്രദേശവുമായിട്ടുണ്ട്. അപ്പോൾ മ്യാൻമാറിലെ വിഘടന ഗ്രൂപ്പുകളും ആയിട്ട് നമ്മൾ ചർച്ച നടത്തുന്നുണ്ട്, ഗവൺമെന്റുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. യുദ്ധത്തിന് മുൻപ് ഈ കാര്യങ്ങളെല്ലാം അതീവ രഹസ്യമായിട്ട് ഓക്കെ ആക്കണം. അതായത് അവരുടെ ബോർഡർ നോർമലൈസ് ചെയ്യും, അവരുടെ ബോർഡറിലൂടെ ആയുധങ്ങൾ എത്തുന്ന ഉറപ്പുവരുത്തണം. പിന്നെ പാകിസ്ഥാനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ചൈനയും പറ്റും. എന്നാൽ സൈനിക അറബിക്കടലിൽ ഇവർക്ക് ആക്സസ് ഉണ്ടല്ലോ, അത് സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്കാണ് അവിടെ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്, അറബിക്കടലിൽ. അപ്പൊ അത് നേരത്തെ പറഞ്ഞ ചർച്ചയുടെ ഭാഗമായിട്ട് അവിടെ അത് ബ്ലോക്ക് ചെയ്യണം. പിന്നെ ഒരു കാര്യം, സൗദിയുമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കണം. അത് ആഗോള മുസ്ലിം മേഖലയിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള പല നീക്കങ്ങളെയും തടയുവാനായിട്ട് ഉപകരിക്കും. ആ നീക്കങ്ങൾ അതിശക്തമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. പിന്നെ ആഗോള സാഹചര്യങ്ങൾ അനുകൂലമാക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള പ്രശ്നത്തിൽ നിന്ന് ഒരുപാട്
പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പാഠങ്ങൾ പഠിച്ച് എന്താണോ ഇസ്രയേൽ ചെയ്യുന്നത്, എന്താണ് അവിടെ പ്രതിരോധിക്കുന്നത്, എന്തൊക്കെയാണ് ആഗോള തലത്തിൽ ഇവർക്കെതിരെ വരുന്ന നീക്കങ്ങൾ, മനുഷ്യാവകാശം പറയുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങി പിന്തുണ കൊടുക്കുന്ന രാജ്യം, ഇതേ സാധനങ്ങൾ ഇവിടെ വരും. ഈ സാധനങ്ങളെല്ലാം ഇല്ലാതാക്കി ഒരു കാര്യം കൂടെയുണ്ട്. ബംഗ്ലാദേശിലെ ആഭ്യന്തര കലാപങ്ങളുടെ പിന്നിൽ അജ്ഞാതനാണെന്നൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ എങ്കിൽ പോലും അത്യാവശ്യം ചില അജ്ഞാതന ചില പങ്കുകളൊക്കെ ഉണ്ട്. അവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയം തീരെ മോശമാക്കുക, നമ്മൾക്ക് പറ്റുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കുക. അതായത് സൈന്യവും ജനങ്ങളും തമ്മിലുള്ള അകലം കൂട്ടുക. ഭരണപരമായ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് അവർ പോവുകയാണെങ്കിലും അവിടെ ദുർബലമായ ഒരു ഭരണകൂടം പോലും വരുന്നത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇന്ത്യക്ക് ദോഷമാണ്. വരികയാണെങ്കിൽ ശക്തമായ ഒരു ഭരണകൂടം വരണം. അത് നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ താമസിക്കുന്ന നേതാവിനെ പോലുള്ള ശക്തമായ ഒരു ഭരണാധികാരിയാണ് വേണ്ടത്. അതല്ലാത്ത ഒരാളാണെങ്കിൽ ദുർബല ഭരണകൂടം വീണ്ടും പ്രശ്നമുണ്ടാക്കും. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ യുദ്ധത്തിലേക്ക് പോകും. യുദ്ധത്തിലേക്ക് പോകേണ്ടത് ആവശ്യമാണ്. എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ചിക്കൻ നെക്ക് എന്നൊരു ഭീഷണി നമ്മൾ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുക. അത് കട്ട് ചെയ്യണം. അത് കട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബംഗ്ലാദേശിന്റെ കുറച്ച് ഭാഗം പിടിച്ചെടുത്തേ പറ്റൂ. ആ ഒരു യുദ്ധത്തിലേക്ക് പോകും. അതുകൂടാതെ സെന്റ് മാർട്ടിൻ ദ്വീപിന്റെ ഭാഗം കുറെ ഭാഗമുണ്ട്. അത് അന്താരാഷ്ട്ര നോട്ടമുള്ള ഒരു സ്ഥലമാണെങ്കിൽ അവിടെയും ഇന്ത്യയുടെ ആധിപത്യം ഉയർത്തുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ അവസാനിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും. പണ്ട് നമ്മൾ ബംഗ്ലാദേശ് വിമോചന യുദ്ധം നടത്തുമ്പോൾ അതിന് തൊട്ടു മുമ്പായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ ചിക്കനൊക്കെ അന്നേ കട്ട് ചെയ്യേണ്ടതായിരുന്നു. എങ്കിൽ ഈ അഹങ്കാരവും ഈ ദാർഷ്ട്യവും കാണിക്കില്ലായിരുന്നു. അതെന്തായാലും ആയിക്കോട്ടെ. പക്ഷേ ഇപ്പോൾ അത് ദൗർഭാഗ്യവശാല കഴുത്ത് അവരുടെ തലയോട് ചേർന്നിരിക്കുകയാണ്. അത് പോകട്ടെ. പക്ഷേ എനിക്ക് തോന്നുന്നു അന്ന് മനേക്ഷായോട് പറഞ്ഞു, മാർച്ച് മാസത്തിലാണ് പറഞ്ഞത്, നിങ്ങൾ പോകണം, ഇപ്പോൾ പോകണം, യുദ്ധം ചെയ്യണം, ബംഗ്ലാദേശിനെ വിമോചിപ്പിക്കണമെന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞു. മനേക്ഷ പറഞ്ഞു നോ, പറ്റില്ല, എനിക്ക് പറ്റില്ല, നേരിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞത് എന്താ കാരണം ഇപ്പം മഞ്ഞ് ഉരുകുന്ന സമയമല്ല, കട്ടിയാവുന്ന സമയമാണ്. അപ്പം നമ്മുടെ ട്രക്ക് മൂവ്മെൻറ്റിനൊക്കെ അത് വലിയ കുഴപ്പമുണ്ടാക്കും. പട്ടാളത്തിന് ശരിയായിട്ട് പ്രവർത്തിക്കാൻ കഴിയാത്ത, നമ്മുടെ പട്ടാള വാഹനങ്ങൾ പോകാൻ കഴിയാത്ത മഞ്ഞ് മൂടിക്കിടക്കും. അന്ന് ഇതുപോലെ റോഡൊന്നുമില്ല, അവിടെ അതിർത്തിയിൽ റോഡുകളില്ല ഇതുപോലെ. അതുകൊണ്ട് അങ്ങനെ തന്നെ പറഞ്ഞു, ഇപ്പോൾ റോഡുകളുണ്ട്, പക്ഷേ എങ്കിലും നമ്മൾ അല്പം കൂടി ഒന്ന് കാത്തിരിക്കും. കാരണം ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് തീവ്രവാദ പരിശീലനത്തിന്റെ കേന്ദ്രം ഇപ്പോൾ പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ അത് അഫ്ഗാനിസ്ഥാനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി ISI അഫ്ഗാനിസ്ഥാനിൽ കേന്ദ്രീകരിച്ച് വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തുകയും റിക്രൂട്ട്മെന്റ് നടത്തുകയും ചെയ്യുന്നു. അപ്പൊ ഇതിനെ കൂടെ തടയേണ്ടത് ഈ ഒരു യുദ്ധത്തിലൂടെ ഇന്ത്യക്ക് ആവശ്യമാണ്. ഇന്ത്യ 100% യുദ്ധം ചെയ്യുക മാത്രമല്ല, അവിടെ ഒരു ചിക്കൻ നെക്കുണ്ട്, ചിറ്റഗോങ് തുറമുഖം. അത് ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്. വാസ്തവത്തിൽ 90% ഹിന്ദുക്കളുള്ള പ്രദേശമാണ്. അന്ന് ബംഗ്ലാദേശിന് ഒരു തുറമുഖം കൊടുക്കാമെന്നുള്ള ന്യായന സായിപ്പ് വെച്ചു കൊടുത്തതാണ്. അതുപോലെയാണ് കറാച്ചി. ഭൂരിപക്ഷം പേരും അവിടെ ഹിന്ദുക്കളായിരുന്നു. സിന്ധ്, അവിടെ ഭൂരിപക്ഷം പേരും ഹിന്ദുക്കളായിരുന്നു. എന്നിട്ടും ബ്രിട്ടീഷുകാരൻ ഒരു ദയാവായ്പോട്ട് നെഹ്റു ഒക്കെ കാണിക്കുന്ന ഒരു നെഹ്റുവിയൻ മനോഭാവം നാടെ നെഹ്റുവിനങ്ങ് പോയാൽ മതി. ഇപ്പം നമ്മളതിനെ അനുഭവിക്കുന്നത് ആ ഒരു സൗജന്യം ചെയ്തു കൊടുത്തതാ. ആ സൗജന്യങ്ങളൊക്കെ പിൻവലിക്കണം. കാരണം കാകരിനിക്കാൻ കമ്പ് കൊടുത്താൽ മേലിൽ അവനൊരു ദോഷവും ഉണ്ടാവുമെന്ന് പറയുന്ന പോലുള്ള ദോഷങ്ങൾ നമ്മൾ ഭാവി തലമുറയോട് ചെയ്യുന്ന ദ്രോഹമാണ്. ആ ചിക്കൻ നെക്ക് കട്ട് ചെയ്തില്ലെങ്കിൽ നമ്മളെ വിപുലപ്പെടുത്തി ആ ചിക്കൻ നെക്ക് കട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എല്ലാ തന്ത്രങ്ങളും ഒരുക്കിക്കൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിനും അത് ആവശ്യമാണ്. എന്നും കൊന്നും ഇതുപോലെ തലവേദന അനുഭവിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. മറ്റൊരു പാകിസ്ഥാൻ അനുഭവിക്കുന്നില്ല. ചിക്കൻ നെക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ഒന്നും വേണ്ട. പക്ഷേ നമ്മുടെ ഭാവി തലമുറയുടെ, പോസ്റ്ററിറ്റിയുടെ, ജെൻസിയുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവർ കലാപം ഉണ്ടാക്കും. അതെ, ഉറപ്പാണത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.